Narendra Chota with a vast experience. You know, he's quite young, but comes with he's a reservoir of expertise and experiences in schooling, in bringing up kids, in managing a lot. So, Mr. Narendra Chota, we are talking about schooling. Okay, what is schooling? How is schooling different from colleges, university studies, and further studies, researchers? There are a lot of different campuses, but schools are different. Am I right? Young kids come to our campuses. What do you offer normally? First and foremost, we, the heads of Aleph, we believe that we are still children. We behave like children because that's how we understand children better. I believe children should come to schools to have experience than education, because if you look at the schools, college, universities, schools play a critical role in shaping child in terms of their physical, in terms of their mental, emotional, all that. Children should come to schools to build strong social skills, strong communication and behavior. Schools play a vital role because you get to see assemblies happening in schools, sports meets, cultural, more in schools than college. So leaders of the school should focus on, emphasizing building strong interpersonal skills in children. Children should have no fear towards teachers. Teachers got to connect their heart first to children. If somebody, you can make them fall in love with you, probably they tend to listen to you. So that's how we educate our teachers and train teachers. It's like, we prepare and train our teachers the way we prepare our children. Trainings are critical, Teacher should build the heart connect, then transfer the knowledge. And that's how they get connected. The transformation of knowledge becomes easy and productive. And schools are like, we just don't treat school as like a place where you teach math, science, social. No. Besides academics, there's a lot to learn in schools. Academic skills, behavior, attributes, traits. These all aspects, makes a child complete. So, Mr. Thota, വളരെ പ്രസക്തമായ കാര്യങ്ങളാണല്ലോ നമ്മളോട് ഷെയർ ചെയ്തത്. പ്രത്യേകിച്ച് ഇവിടെ അദ്ദേഹം വിശ്വസിക്കുന്നതും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അധ്യാപക വൃന്ദം വിശ്വസിക്കുന്നതും അവരും കുട്ടികളാണെന്ന് തന്നെയാണ്. നമ്മൾ സത്യത്തില് വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ അധ്യാപകര് കുട്ടികളെ പോലെ പെരുമാറുന്നു. കുട്ടികളുടെ ഒരു വേവ് ലെങ്ത്തിലാണ് നമ്മൾ കുട്ടികളോട് ഇടപഴകുന്നത്. ഒരു മുതിർന്നവരെ പോലെയല്ല. ആ ഒരു അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയ്ക്ക് മിസ്റ്റർ തോട്ട ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് റൂമുകളുടെ 4 മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് അവര് ബെഞ്ചിലിരുന്ന് ബോർഡിൽ കണ്ട് ടീച്ചർ പറയുന്നത് കേട്ട് പഠിക്കുന്ന വാക്കുകളും വാചകങ്ങളും അത് പുസ്തകങ്ങളിൽ നിന്ന്, അധ്യാപകന്റെ പുസ്തകങ്ങളിൽ നിന്ന് വിദ്യാർത്ഥിയുടെ പുസ്തകത്തിലേക്ക്, നോട്ട് ബുക്കുകളിലേക്ക് പകർത്തി എഴുതി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി എഴുതി അങ്ങനെ മാർക്ക് വാങ്ങി മികച്ചവരായി. ഇതല്ല വിദ്യാഭ്യാസം. മറിച്ച് ഈ കലാലയത്തിനകത്ത് നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളാണ് അവരെ മികച്ച വ്യക്തിത്വങ്ങളാക്കുന്നത്. അതെങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ചാണ് ഇവർ സാധാരണ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതേക്കുറിച്ചാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കളിക്കളങ്ങളിൽ നടക്കുന്ന കളികള്, കുട്ടികളുമായിട്ടുള്ള സംഭാഷണങ്ങള്, മറ്റൊരുപാട് പദ്ധതികള്, ഒത്തിരി പ്രവൃത്തി ഓരോ ദിവസവും വേറിട്ടതാണ്. ഇവിടെ കുട്ടികൾ ജീവിക്കുകയാണ്. നല്ല സ്കൂളുകളിൽ പ്രത്യേകിച്ചും കുട്ടികൾ അവിടെ പഠിക്കാൻ വേണ്ടി വരുന്നു എന്നല്ല, അവർ ജീവിക്കാൻ വേണ്ടി വരുന്നു. അവരുടെ കൂട്ടുകാരായി, അവരുടെ ഗൈഡായി, ചിലപ്പോൾ അവരുടെ കളിക്കളത്തില് അവരുടെ എതിരാളികളായി, അങ്ങനെ പല റോളുകളിൽ ഭംഗിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അധ്യാപകർ. സോ മിസ്റ്റർ തോട്ട തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നു. സ്കൂൾ അധ്യാപന, മേലധ്യാപക രംഗത്ത് തികച്ചും വേറിട്ടൊരു ചിന്താഗതിയാണ് മിസ്റ്റർ തോട്ടക്കുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇന്റർനാഷണൽ സ്കൂള് നാട്ടിൽ ഒരുപാടിടത്ത് കൂണുകൾ പോലെ ഇന്റർനാഷണൽ, ഗ്ലോബൽ, വേൾഡ് എന്നിങ്ങനെ വായിക്കൊള്ളാത്ത ആഗോള പേരുകൾ കൊടുത്തുകൊണ്ട് സ്കൂളുകൾ തഴച്ചു വളരുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത്, മർക്കസ് നോളജ് സിറ്റിക്കകത്തുള്ള പ്രഗത്ഭമായ ഈ ചെറിയ സ്കൂള്, കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, വളരെ മാനുഷികമായ ബന്ധങ്ങളാണ്
വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഇവിടെ വെച്ച് പുലർത്തുന്നത്. സോ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, what do you mean by a global or international school? How are they different from other schools? What do you say, sir? All right. International schools differ from traditional schooling is like, first and foremost, like a child should have a great respect or love towards teacher, unless until they don't listen or they don't acquire knowledge. Like we strongly believe at Aleph, we make schooling which has got joyful classrooms and a happy teacher. A teacher who's happy probably can create a happy classroom and happy child. And traditional schooling, teacher do teaching like they teach and child get to learn. But international schooling is like teacher works as a facilitator and child and teacher come together, they work together, and they construct knowledge. Teachers acts as a co-constructor of knowledge. Teacher in the classroom works along with children to develop the content. A teacher who is not just educate child, but a teacher got to motivate child. Teacher should link the content lesson to real life and help the child to understand, get the conceptual clarity. This is like, a teachers who is into innovation, a teacher who is into technology. Teacher got to include technology in the 21st century learning, because children of 20th century, children of 21st century, these kids are like digital natives, they're very much into technology. Teachers got to blend technology into learning and teaching process. That's how probably you can grab the attention. First and foremost, like international schools, teachers appreciate questions. At Aleph, we believe that every question is valid, every question is good. Child should not be criticized for asking question or raising hand. Child should be given enough freedom to express his doubts and concerns, and the doubts, the questions should be appreciated and celebrated. We believe a happy classroom and happy child, and it's like, have you watched Avatar movie? It's like they attach tales and transfer knowledge. It's like connect the hearts and transfer knowledge. That's what we believe and work towards teaching learning process at Aleph. So, നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണും, എൻ്റെ വീക്ഷണങ്ങൾ, വ്യക്തിപരമായ എൻ്റെ കാഴ്ചപ്പാടുകൾ മിസ്റ്റർ തോട്ടയുടെ കാഴ്ചപ്പാടുകളോട് വളരെ താദാമ്യം പ്രാപിച്ചു നിൽക്കുകയാണ്. നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ക്ലാസ് റൂമുകൾക്കകത്ത് നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് പറഞ്ഞുകൊടുത്ത് ടീച്ചർ എന്താണോ ഭാഗം പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിച്ച് അതിന് ചോദ്യങ്ങൾ ചോദിച്ച് എക്സാമുകൾ നടത്തി അവരെ ശകാരിച്ചും ശാസിച്ചും ചിലപ്പോഴൊക്കെ മർദ്ദിച്ചുമൊക്കെ അവരിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അറിവ്, ടീച്ചറുടെ അറിവ് മക്കൾക്ക് പകർന്നു വിടുന്ന ഒരു പ്രക്രിയയായിട്ട് വിദ്യാഭ്യാസം ഇത്രയും കാലം സത്യത്തില് അധപ്പതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി. എന്തൊക്കെ വെല്ലുവിളികളാണ് വരാൻ പോകുന്നത്? നമ്മുടെ മക്കൾ ഈ സ്കൂളിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികള് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 10 വർഷം അപ്പുറം കഴിയുമ്പം ഏത് രീതിയിലുള്ള ഒരു ലോകമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പോലും പറയാൻ കഴിയില്ല. ഇപ്പൊ പഠിച്ച അറിവ്, ഇപ്പൊ മനഃപ്പാഠമാക്കിയിട്ടുള്ള വാക്കുകളും അതിന്റെ മറ്റ് ഇക്വേഷൻസും തിയറികളും കോൺസെപ്റ്റുകളും അതൊരു പക്ഷേ ഒട്ടും ഉപകാരപ്പെടാത്തൊരു ലോകത്തേക്കാണ് അവർ നടന്നെടുക്കുന്നത്. അവിടെ പഠിക്കുന്നതിനോടൊരു താല്പര്യം, അറിവിനോടൊരു സ്നേഹം, ആളുകളുമായി നല്ല ബന്ധം, ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, വ്യക്തികളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സമ്പർക്കം പുലർത്തണം, വളരെ ഹാപ്പി ആയിട്ട് എങ്ങനെ കഴിഞ്ഞുകൂടണം. ഏറ്റവും പ്രഷറുള്ള ഒരു അന്തരീക്ഷം കൂടിയാണ് സ്കൂള്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എക്സാം വരാൻ പോകുന്നു. അതിന്റെ മുമ്പേ നാളെ തന്നെ അവരുടെ അസൈൻമെന്റുകൾ ഡ്യൂ ആണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് നമ്മുടെ സ്വന്തം ജീവിതത്തെക്കാൾ ഉപരി നമ്മുടെ മക്കളുടെ സ്കൂൾ ജീവിതത്തിൽ അവർക്ക് ഒത്തിരി ഡേറ്റുകൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതം സുഖകരവും സന്തോഷകരവുമാക്കുന്ന പ്രക്രിയയിലാണ് മിസ്റ്റർ തോട്ടയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അധ്യാപകരും. ഹാപ്പിനെസ്, സന്തോഷം, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഹ്യൂമൻ ബീയിങ്സ് ആർ പ്ലഷർ സീക്കിംഗ് ആനിമൽസ്. സന്തോഷം തേടി അലയുന്ന മൃഗങ്ങളാണ് മനുഷ്യരെന്ന്. സത്യത്തിൽ കുട്ടികളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ ഹാപ്പിനെസ് ഇൻഡെക്സ്
ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരു പക്ഷേ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് നടന്നു വരുന്ന കുട്ടികളുടെ മുഖത്ത് അദ്ദേഹം നോക്കുന്നത് എത്ര പേർ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. 10 പേരിൽ 5 പേരാണ് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ കവാടം കടന്ന് കലാലയത്തിന്റെ മുറ്റത്തോട്ട് വരുന്നതെങ്കിൽ അവിടുത്തെ ഇൻഡെക്സ് 50% ആണ്. 10 പേരിൽ 5 പേര്. അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സന്തോഷത്തിന്റെ അളവിനെ പുഞ്ചിരിയുടെ അളവുകോൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അളന്നെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അന്തരീക്ഷം, ഹാപ്പിനെസ് എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. Thank you so much for sharing this valuable, we will be back to you with, we're not going to question you. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ശരിക്ക് ഇന്റർനാഷണൽ സ്കൂൾ സംസ്കാരത്തില് കുട്ടികളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഓരോ ക്വസ്റ്റ്യൻസും അത് ടീച്ചേഴ്സ് വെൽക്കം ചെയ്യുന്നു. മുമ്പൊക്കെ നമ്മുടെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ കലാലയ കാലഘട്ടം ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലടക്കം സമ്മതം വേണം, കൈ ഉയർത്തണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ചില തലതിരിഞ്ഞ ചോദ്യങ്ങൾക്ക് ചിലപ്പം അപ്പം തന്നെ വലിയ പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മുടെ ഈ സ്കൂളില് അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്ലോബൽ സ്കൂളുകളിൽ ഗ്ലോബൽ കോൺസെപ്റ്റുകളുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ there is nothing called a stupid question. പൊട്ടത്തരം ചോദ്യം എന്നൊരുന്നില്ല തന്നെ. ഏത് ചോദ്യങ്ങളും വാല്യൂഡ് ആണ്. ഏത് ചോദ്യത്തെയും അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അതിന്റെ അർത്ഥം അധ്യാപകരൊക്കെ തന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ ആണെന്നൊന്നല്ല. നമുക്ക് ഒരുമിച്ച് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം, അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരം നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് എനിക്ക് അറിയില്ല ഉത്തരം എന്നൊക്കെ പറയാനുള്ള മാനുഷികമായിട്ടുള്ള വൾണറബിലിറ്റീസ് നമ്മുടെ തന്നെ ഈ അധ്യാപകർക്ക് പോലും അവരുടെ കഴിവുകേടോ അറിവുകേടോ പോലും മക്കളുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള ഒരു ആർജവമുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ ആർജിച്ചെടുക്കേണ്ടുന്ന ശീലങ്ങളും സ്വഭാവങ്ങളും കഴിവുകളും. അതാണ് ഇന്റർനാഷണൽ സ്കൂളുകളുടെ ബേസിക് കോൺസെപ്റ്റ്. ആ തലത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ വളർന്നു വരേണ്ടതുണ്ട്. അതിനു വേണ്ടത് അധ്യാപകരും മേലധ്യാപകരും ഒക്കെ തന്നെ ആ രീതിയിൽ ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു സ്കൂളിനെയും അതിന്റെ മേലധ്യാപകനെയും പരിചയപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ നല്ല നല്ല സ്കൂൾ സംബന്ധമായ, വിദ്യാർത്ഥി സംബന്ധമായ, പഠന സംബന്ധമായ, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട അറിവുകളുമായി വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.